ഹൃദയം നിറഞ്ഞ സ്വാഗതം. ദാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം അന്നദാനമാണെന്ന് പത്മപുരാണത്തിൽ പറയുന്നു. വിഷ്ണു ധർമ്മോത്തരത്തിലും ഇതിനെപ്പറ്റി പരാമർശിക്കുന്നുണ്ട്. വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം ലഭിക്കുമ്പോഴുള്ള ആശ്വാസവും തൃപ്തിയും അന്നദാതാവിന് അനുഗ്രഹമായി പരിണമിക്കുന്നു. അന്നദാതാവിനെ പിതൃസ്ഥാനീയനായും വാഴ്ത്തപ്പെടുന്നു. മറ്റേതൊരു ദാനം കൊണ്ടും വാങ്ങുന്ന ആളിന് പൂർണ്ണ സംതൃപ്തി ലഭിക്കണം എന്നില്ല. ഭൂമി, വസ്ത്രം, സ്വർണം, പശുക്കൾ, അങ്ങനെ എന്തുമാകട്ടെ, വാങ്ങുന്ന ആളിന് ഇനിയും കൂടുതൽ ലഭിക്കണം എന്നുള്ളൊരു ആഗ്രഹം നിലനിന്നേക്കാം. അന്നമാകട്ടെ ഭക്ഷിച്ച് നിറഞ്ഞാൽ മതി, പൂർണ്ണ സംതൃപ്തിയായി എന്ന് പറയും. ഈ ഒരു പ്രത്യേകത മറ്റേതൊരു ദാനത്തിനും ഉള്ളതായി കാണുന്നില്ല. അതുകൊണ്ടാണ് ഗജതുരക സഹസ്രം ഗോകുലം കോടിദാനം, കനകരചിത പാത്രം മേദിനി സാഗരാന്തം, ഉഭയകുല വിശുദ്ധം കോടികന്യാ പ്രദാനം, നഹി നഹി ബഹുദാനം അന്നദാന സമാനം എന്ന് പറയുന്നത്. 1000 കൊമ്പനാനകൾ, 1000 പടക്കുതിരകൾ, 1 കോടി പശുക്കൾ, നവരത്നങ്ങൾ പതിച്ച അനവധി സ്വർണ്ണ ആഭരണങ്ങൾ, പാത്രങ്ങൾ, ഭൂമി, സമുദ്രത്തോളം സ്ഥലം, വിശുദ്ധ കുലത്തിൽ ജനിച്ച കോടി കന്യകകളുടെ ദാനം എന്നിങ്ങനെ അനവധി ദാനങ്ങൾ ചെയ്താലും ഇതൊന്നും അന്നദാന ഫലത്തിന് തുല്യമാകുന്നില്ല എന്നാണ് ഇവിടെ പ്രകീർത്തിക്കുന്നത്. ശൂദ്രകോടി സഹസ്രാണം ഏകം